സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമൻറ്റുകളെ പൊതുവെ അഹാന കൃഷ്ണയും കുടുംബവും അവഗണിക്കാറാണ് പതിവ്. ഇത്തരം കമൻറ്റുകൾ തങ്ങളുടെ സ്വതജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കുന്നു. വിമർശനങ്ങൾ പരിധി വിട്ടാൽ ഇവർ പ്രതികരിക്കാറുമുണ്ട്. യൂട്യൂബ് ചാനലിൽ സിന്ധു കൃഷ്ണയാണ് ഇന്ന് കൂടുതൽ സജീവം. കഴിഞ്ഞ ദിവസമായിരുന്നു സിന്ധു കൃഷ്ണയുടെ പിറന്നാൾ ആഘോഷിക്കാൻ സിന്ധുവും കുടുംബവും യാത്ര പോയി. ഭർത്താവായ കൃഷ്ണകുമാർ, മക്കളായ അഹാന കൃഷ്ണ, ഇഷാനി കൃഷ്ണ, ഹൻസിക കൃഷ്ണ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. അഹാനയുടെ പുതിയ കാറിലായിരുന്നു യാത്ര. ദിയ കൃഷ്ണ പക്ഷേ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നില്ല. ഇതിൻ്റെ പേരിൽ സിന്ധു കൃഷ്ണയുടെ ആരാധകരുടെ വിമർശനം വന്നു. ദിയ കൃഷ്ണ പലതവണ കുടുംബത്തിൻ്റെ ആഘോഷങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. ഒരു കാലത്ത് എപ്പോഴും സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു ദിയ. അമ്മയമായ ശേഷമാണ് കുടുംബമായി അടുപ്പം കാണിച്ചതെന്ന് ദിയയുടെ ആരാധകർ പറയാറുണ്ട്. എന്നാൽ തനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന അമ്മയുടെ പിറന്നാൾ ദിനം ആഘോഷിക്കാൻ ദിയ ഒപ്പമില്ലെന്നാണ് ഇപ്പോൾ വരുന്ന വിമർശനം. സിന്ധു ആൻറ്റി ഓസിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു. പക്ഷേ ഓസിക്ക് സ്വന്തം അമ്മയുടെ ബർത്ത്ഡേക്ക് പോലും വരാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ അവൾ എല്ലായിടത്തും പോകും. അതൊന്നും റിസ്ക് അല്ല. ഓസിക്ക് വന്നാൽ എന്താണ് എന്നാണ് ഒരു കമൻറ്റ്. ഇതിന് ദിയ അനുകൂലിക്കുന്നവർ തന്നെ മറുപടി നൽകുന്നുണ്ട്. ദിയ കൈക്കുഞ്ഞിനെ അമ്മയും ബിസിനസ്സുകാരിയുമാണ്. ഈ തിരക്കുകൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് അനുകൂലിക്കുന്നവർ പറയുന്നു. അവരുടെ വർക്കും പിന്നെ കുഞ്ഞിനെയും നിങ്ങൾ വന്നു നോക്കുമോ? കാണുമ്പോൾ ഫുൾ അടിച്ചു പൊളിക്കലാണെങ്കിലും അവർക്കും ജോലിയും ഉത്തരവാദിത്വവുമുണ്ട്. അഹാന വിവാഹതയല്ല, ഷോപ്പും മറ്റ് കാര്യങ്ങളുമില്ല. ഷൂട്ടൊക്കെ ആയിട്ടല്ലേ സമയം പോകുന്നത്. അപ്പോൾ കൂടുതൽ സമയം കിട്ടും. പിന്നെ എല്ലാവരും ഒരുപോലെയല്ല എന്ന് വെച്ച് ഇവരെ ഒന്നും ഇഷ്ടമില്ലെന്നല്ലോ എന്നാണ് ദിയയെ അനുകൂലിച്ചു വന്ന കമൻറ്റ്. അതേസമയം ദിയയുടെ ചില രീതികളും തെറ്റാണെന്നും വാദമുണ്ട്. വിവാഹത്തിന് മുമ്പ് ദിയ അശ്വിൻ്റെ മാതാപിതാക്കളോടും സഹോദരൻ്റെ മക്കളോടും നന്നായി നിന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അഹാനയമോടുള്ള മനോഭാവം ശരിയല്ല. സ്വന്തം കാര്യത്തിന് അവരെ ഉപയോഗിച്ച് പിന്നെ അവഗണിക്കുന്നുവെന്നാണ് കമൻറ്റ് ബോക്സിൽ വന്ന വിമർശനങ്ങളിലൊന്ന്. അതേസമയം ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷിനെ ദിയയുടെ കുടുംബം അവഗണിക്കുന്ന വിമർശനം പലപ്പോഴും വന്നിട്ടുണ്ട്. മരുമകനായ അശ്വിൻ ഗണേഷിനെതിരെ സിന്ധു കൃഷ്ണ അപമാനിച്ചു എന്ന ആരോപണമായിരുന്നു ഈ അടുത്ത് വന്ന വിവാദ വിഷയം. ഒരു ദിവസം ദിയ കൃഷ്ണ വീട്ടിൽ എല്ലാവരും വേണ്ടി ചിക്കൻ കറി പാചകം ചെയ്തു. ചിക്കൻ കാൽ തികയാതെ വന്നപ്പോൾ മൂത്ത കുട്ടിക്ക് ചിക്കൻ കാൽ വേണ്ടെന്ന് സിന്ധു കൃഷ്ണ അശ്വിനെ ഉദ്ദേശിച്ച് പറഞ്ഞു. അശ്വിനാണെങ്കിൽ ചിക്കന് ലെഗ് ആവശ്യപ്പെടുന്നുമുണ്ടായിരുന്നു. അശ്വിൻ കറി വിളമ്പാതിരുന്നാൽ കാത്തു നിൽക്കവേ സിന്ധു കൃഷ്ണ കറി വിളമ്പി സ്വയം കഴിക്കുകയും ചെയ്തു. ഇത് വ്യൂവേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾ അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.